ഹലോ ഗുഡ് ഈവനിങ്. പിന്നെ നമ്മുടെ നെയിംസ് അക്കാഡമിയിൽ നോക്കാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻഓർഗാനിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ വരുന്ന ടോപ്പിക് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്, നമുക്കറിയാം പീരിയോഡിക് ടേബിൾ ആണ് കെമിസ്ട്രീന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ ആ പീരിയോഡിക് ടേബിളിന് എങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലായി, അതിന് എത്രത്തോളം സ്റ്റേജസ് ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് കാണുന്ന രീതിയിൽ എങ്ങനെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എത്തി, അതിന് മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു, എത്ര ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെ സയന്റിസ്റ്റുകളാണ് നടത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ എത്തിയത്, ഇനി മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് നമുക്കുണ്ട്. അപ്പൊ അതിലുള്ള എലമെന്റ്സുകളെ പറ്റിയിട്ടുണ്ട്. എല്ലാ എലമെന്റ്സിനൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ജനറലി ഗ്രൂപ്പ്സ് ഉണ്ട്, പീരിയഡ്സ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതിൽ വരുന്ന മാറ്റങ്ങൾ, പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. ആ പീരിയോഡിസിറ്റി പഠിക്കാനുണ്ട്, പിന്നെ പീരിയോഡിക് പ്രോപ്പർട്ടീസ്, ആറ്റോമിക് സൈസ്, ആറ്റോമിക് റേഡിയ, പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇങ്ങനെയുള്ള 3 പ്രോപ്പർട്ടീസും കൂടിയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പോയിന്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ടേബിൾ പോലെ നമ്മൾ പഠിക്കുക. ഒരു സയന്റിസ്റ്റ് ഫസ്റ്റ് കണ്ടുപിടിച്ച ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്തായിരുന്നു, അതിന്റെ പേര് എഴുതുക. എന്നിട്ട് അതിന്റെ അപ്പുറത്ത് അതിൽ എന്തൊക്കെ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, പക്ഷേങ്കിൽ അവിടെ എന്ത് കൊടുക്കുക, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഒരു അടിസ്ഥാനം ഇല്ലാണ്ട് ഒരാള് ആ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തില്ലല്ലോ. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തി എന്നുള്ള ഒരു പോയിന്റും കൂടെ അപ്പുറത്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവണം, ഓ ഇതാണ് ക്ലാസിഫിക്കേഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഇതായിരുന്നു ഇതിന്റെ പേര്, ഇത്ര എലമെന്റ്സ് ആയിരുന്നു ആ സമയത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിന് മാക്സിമം ശ്രമിക്കുക. നമുക്ക് റിവിഷന്റെ ടൈമിൽ അത് കൂടുതലായിട്ട് ആ ഒരു രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പീരിയഡ് ക്ലാസിഫിക്കേഷൻ ഒക്കെ? എലമെന്റ്സിന് ജസ്റ്റ് നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ ഇത്ര എലമെന്റ്സ് ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ആയിട്ട്? ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ഉണ്ട്, ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, കാർബൺ ഫാമിലി, ബോറോൺ ഫാമിലി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ക്ലാസിഫിക്കേഷൻ? ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈവൻ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കൂടെ ഓരോ സാധനങ്ങള്, ഇപ്പൊ അടുക്കളയിലാണെങ്കിൽ അമ്മമാർ ഓരോരോ കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇന്ന സാധനം വേണം പറയുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി വാരി വലിച്ച് തിരയാതെ ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്കത് എടുക്കാം, അല്ലേ? ഇപ്പൊ ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് നമ്മൾ എല്ലാത്തിനെയും ഒന്ന് ക്ലാസിഫൈ ചെയ്ത് അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഈസിയസ്റ്റ് വേ ആണ് അത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു എലമെന്റ്സിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അല്ലാതെ ഒരാവശ്യമില്ലാതെയല്ല. നമുക്ക് ഓരോ പ്രോപ്പർട്ടീസിലുള്ള എലമെന്റ്സിനെ ഈ ഒരു ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ഇതെല്ലാം നമുക്ക് നോൺ മെറ്റൽസ് ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നോൺ മെറ്റൽസ് ആണ്, അതിന് ഇന്ന പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഉള്ളത്. ഇതെല്ലാം ഇനി റിയാക്ട് ഒന്നും ചെയ്യാത്ത കെമിക്കലി ഇനേർട്ട് ആയിട്ടുള്ള മെറ്റൽസ്, കെമിക്കലി ഇനേർട്ട് ആയിട്ടുള്ള എലമെന്റ്സ് ആണെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഓ ഇത് ഇനേർട്ട് ഗ്യാസിന്റെ ഫാമിലിയാണ്. അങ്ങനെ നമുക്ക് എല്ലാ എലമെന്റ്സിനെ കുറിച്ചും ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മനസ്സിലായോ എന്തിനു വേണ്ടിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതെന്ന്? ഇനി ഇവിടെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, മെന്റലി പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണ്, എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിൾ, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നീഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇനി ഡെവലപ്മെന്റ് എങ്ങനെയാണ്, നമ്മൾ ആദ്യം എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എലിമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 1815 ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ ഒരു ഇതില് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് 4 പേരാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡോബറേനിയർ ട്രയാഡ്സ്, അതിന് മുന്നേ മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വരുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 എണ്ണം. ഏതൊക്കെയാണ്? ഡോബറേനിയർ ട്രയാഡ്സ്, അതായത് ഡോബറേനിയറുടെ ത്രികങ്ങൾ എന്ന് പറയും. മലയാളത്തിലും കൂടെ നമുക്ക് പഠിച്ചു പോവാം. ന്യൂലാൻഡ്സ് ഒക്ടേവ്സ്,
അല്ലെങ്കിൽ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്താണ് അഷ്ടകം എന്നാണ് പറയുന്നത്, ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങൾ. ഇനി മെന്റലീവ്സ് പീരിയോഡിക് ലോ ആൻഡ് പീരിയോഡിക് ടേബിൾ. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണ്, ആധുനിക പീരിയോഡിക് ടേബിൾ. അതാണ് ഈ ഒരു 4 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്കുള്ളത്. ഏതൊക്കെയായിരുന്നു? ഡോബറേനിയറുടെ തൃകങ്ങളുണ്ട്, അതായത് ഡോബറേനിയർ ട്രയാഡ്സ്, പിന്നെ ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങൾ അഥവാ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് ഉണ്ട്. പിന്നെ വരുന്നത് മെന്റലീവ്സ് പീരിയോഡിക് ലോ, അതായത് മെന്റലീവിന്റെ പീരിയോഡിക നിയമം. പിന്നെ വരുന്നത് ആധുനിക പീരിയോഡിക് ടേബിൾ അഥവാ പീരിയോഡിക നിയമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യം മെറ്റൽസും നോൺ മെറ്റൽസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഈ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് അല്ലാതെ നമുക്ക് എന്തുണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. അപ്പൊ ഇവരെവിടെ കൊണ്ട് നിർത്തും? അത് പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ഡോബറേനിയർ ട്രയാഡ്സ് ആക്കിയിട്ട് മാറ്റിയത്. ഡോബറേനിയറുടെ തൃകങ്ങളാണ് അല്ലെ. അപ്പൊ തൃകം അഥവാ ട്രയാഡ്സ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? അവിടെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു നമ്പർ ഏതായിരിക്കും? 3 അല്ലെ. തൃകങ്ങൾ അഥവാ ട്രയാഡ്സ് 3 എലമെന്റ്സിന്റെ എന്തോ ഒരു പ്രത്യേകതയാണ്. തോന്നിയില്ലേ? 3 എലമെന്റ്സിന്റെ എന്തോ പ്രത്യേകതയാണ്. അപ്പൊ ആളെന്താ ചെയ്തത്? സോറി, അപ്പൊ ആളെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിട്ട് പോവാട്ടോ. അക്കോർഡിംഗ് ടു ദിസ് ലോ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിക്കുക. എലമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് ഡോബറേനിയർ ട്രയാഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, അഥവാ ഡോബറേനിയറുടെ തൃകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ആറ്റോമിക് മാസ്, അഥവാ എന്താണ്, അറ്റോമിക് മാസിന്റെ ബേസിലാണ്. അറ്റോമിക് മാസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈലൈറ്റർ എടുത്ത് കാണിച്ചു തരാം. പോയിന്റർ നോക്കുക. അറ്റോമിക് മാസ് ഓഫ് ദ മിഡിൽ എലമെന്റ് വാസ് നിയർലി ഈക്വൽ ടു ദ അരിത്തമെറ്റിക് മീൻ ഓഫ് അതർ ടു ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് വേർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദോസ് ഓഫ് അതർ ടു അല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? അതായത് ഇപ്പൊ നമ്മൾ 3 എലമെന്റ്സ് ഗ്രൂപ്പ് വൈസ് ആയിട്ട് നോക്കുക. താഴത്തേക്കുള്ളത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു മെറ്റൽ, അതിന്റെ താഴെ ബി എന്ന് പറയുന്ന ഒരു മെറ്റൽ, പിന്നെ സി എന്ന് പറയുന്ന ഒരു മെറ്റൽ, ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. എങ്ങനെയായിരുന്നു? ഇപ്പൊ ഫസ്റ്റ് എലമെന്റിന് എ എന്ന് കൊടുത്തു, രണ്ടാമത്തെ എലമെന്റിന് ബി എന്ന് കൊടുത്തു, മൂന്നാമത്തെ എലമെന്റിന് നമ്മൾ എന്ത് കൊടുത്തു? സി എന്ന് കൊടുത്തു. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ എ എന്ന് പറയുന്ന എലമെന്റിന്റെയും അതേപോലെ തന്നെ സി എന്ന് പറയുന്ന എലമെന്റിന്റെയും അരിത്തമെറ്റിക് മീൻ ആയിരിക്കും ഈ ബിയുടെ അറ്റോമിക മാസ് എന്ന് പറയുന്നത്. എന്താണ്? എ എന്ന് പറയുന്ന എലമെന്റിന്റെയും സി എന്ന് പറയുന്ന മൂലകത്തിന്റെയും അരിത്തമെറ്റിക് മീൻ ആയിരിക്കും ബി എന്ന് പറയുന്ന എലമെന്റിന് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന മൂലകത്തിന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പറഞ്ഞേ, എന്താ അരിത്തമെറ്റിക് മീൻ? രണ്ടിന്റെയും കൂടെ സം ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക അല്ലേ. ഇതാ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ തൃകങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കണം. ഈ 3 തൃകങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. അപ്പൊ അതില് ഫസ്റ്റ് എലമെന്റ് ആരാണ്? നമ്മുടെ ലിഥിയാണ് അല്ലേ. അപ്പൊ ലിഥിയത്തിന്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 7 ആണ് വരുന്നത്. സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് വന്നിട്ട് 23 ആണ്. പൊട്ടാഷ്യത്തിന്റെ അറ്റോമിക് മാസ് വന്നിട്ട് 39 ആണ്. അപ്പൊ നമുക്ക് ഡോബറേനിയർ പറഞ്ഞതനുസരിച്ചിട്ട് എന്ത് കിട്ടണം? ഈ 7ഉം 39ഉം കൂട്ടിയാൽ അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടണം? ഈ 23 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് അവിടെ കിട്ടണം. എന്നാൽ മാത്രമേ ആ ഒരു നിയമം അനുസരിക്കുന്നുള്ളൂ. ആ ഒരു നിയമത്തിനനുസരിച്ചിട്ടാണല്ലോ ആളിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോ ഡോബറേനിയറുടെ തൃകങ്ങൾ അഥവാ ഡോബറേനിയർ ട്രയാഡ്സ് അല്ലെങ്കിൽ അതിന്റെ ലോ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആറ്റോമിക മാസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകത്തിന്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും രണ്ടാമത്തെ മൂലകത്തിന്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ലിഥിയം പൊട്ടാഷ്യം എടുക്കുകയാണെങ്കിൽ ലിഥിയം പൊട്ടാസ്യത്തിന്റെ മാസ് കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ സോഡിയത്തിന്റെ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ നമ്മുടെ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? കാൽഷ്യത്തിന്റെ 40 ആണ്, ബേരിയത്തിന്റെ 137 ആണ്. അപ്പോ 40ഉം 137ഉം കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും?
88.5 കിട്ടും. ഏകദേശം ഓൾമോസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ആയിരിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്ട്രോൺഷ്യത്തിന്റെ മാസ് കിട്ടി. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ ലിഥിയത്തിന്റെ പ്രോപ്പർട്ടീസും കുറച്ചുണ്ടാവും, പൊട്ടാസ്യത്തിന്റെ പ്രോപ്പർട്ടീസും കുറച്ചുണ്ടാവും. ആർക്ക്? നമ്മുടെ സോഡിയത്തിന്. അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ലിഥിയത്തിന്റെ അതേ പ്രോപ്പർട്ടി ആണ് സോഡിയത്തിന് എന്ന് പറയാൻ പറ്റില്ല. ലിഥിയത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും പൊട്ടാസ്യത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും ആർക്കുണ്ടാവും? നമ്മുടെ സോഡിയത്തിന് ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ചേർന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുന്നത്, പ്രത്യേകതയായിരിക്കും. ഇനി മൂന്നാമത്തെ ത്രികം ഏതാണ്? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവിടെ ക്ലോറിന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 35.5 ആണ്. അയഡിന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 127 ആണ്. അപ്പൊ 35.5ഉം 127ഉം കൂട്ടി അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടണം? 80 അല്ലെങ്കിൽ 80നോട് അടുത്തുള്ള ഒരു സംഖ്യ കിട്ടണം. എന്നാൽ മാത്രമേ ആരുടെ ലോ അനുസരിക്കുന്നുള്ളൂ? ഈ ഡോബറേനിയരുടെ ത്രികങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ലോ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഡോബറേനിയർ ട്രയാഡ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന്റെ 3 സെറ്റും പഠിച്ചു വെക്കുക. ഏതെല്ലാമാണ് ഡോബറേനിയർ ട്രയാഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം ഫസ്റ്റ് സെറ്റ് ആണ്. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം രണ്ടാമത്തെ സെറ്റ് ആണ്. മൂന്നാമത്തെ സെറ്റ് ആണ് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തത് എന്താ? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടക നിയമമാണ് പഠിക്കാനുള്ളത് അല്ലെ? ന്യൂലാൻഡിന്റെ അഷ്ടകങ്ങളാണ് പഠിക്കേണ്ടത്. എന്താ അഷ്ടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ? നമ്മള് ഈ മ്യൂസിക്കൽ ആ ഒരു ഇതില്ലേ, സാരി ഗ മ പ ദ നി, പിന്നെ ഏതാ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്? സായാണ്. ആ സ്വരങ്ങള് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് സായാണ് അല്ലെ? സ രി ഗ മ പ ദ നി കഴിഞ്ഞിട്ട് നീ പറയുമ്പോ 7ാമത്തെ ആയി. 8ാമത്തെ വരുമ്പോ പിന്നെ ആരാ വരുന്നത്? ഏത് സ്വരം തന്നെയാ വരുന്നത്? സ എന്ന് പറയുന്ന സ്വരം തന്നെയാണ് വരുന്നത്. അതേപോലെയാണ് നമ്മുടെ അഷ്ടക നിയമം അല്ലെങ്കിൽ ന്യൂലാൻഡിന്റെ അഷ്ടകങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും ആർക്കും ഉണ്ടാവുക? നമ്മുടെ 8ാമത്തെ എലമെന്റിനും ഉണ്ടാവുന്നത്. ഇപ്പൊ 2ാമത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും ആർക്കുണ്ടാവുക? 9ാമത്തെ എലമെന്റിന് ഉണ്ടാവുന്നത്. ആ ഒരു രീതിയിലാണ് ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങൾ വരുന്നത്. മനസ്സിലായോ? ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് 1ാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും 8ാമത്തെ എലമെന്റിന് ഉണ്ടാവുന്നത്. 2ാമത്തെ എലമെന്റിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും 9ാമത്തെ എലമെന്റിന് ഉണ്ടാവുന്നത്. ഇപ്പൊ നോക്കുക, നമ്മൾ ലിഥിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ലിഥിയം കഴിഞ്ഞ് 8ാമത് വരുന്ന എലമെന്റ് ആണ് നമ്മുടെ സോഡിയം. അപ്പൊ ലിഥിയത്തിനും സോഡിയത്തിനും എന്താണ്? സെയിം പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ന്യൂലാൻഡിന്റെ അഷ്ടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഥിയത്തിന്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും ആർക്കുണ്ടാവുക? നമ്മുടെ സോഡിയത്തിന് ഉണ്ടാവുക. ഒന്ന് എണ്ണി നോക്കിക്കേ. ഹൈഡ്രജൻ, ഹീലിയം കഴിഞ്ഞ് ലിഥിയം. ലിഥിയം കഴിഞ്ഞ് പിന്നെ ലിഥിയം 1, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഫ്ലൂറിൻ വരെ 7ാമത്തെ ആയി. പിന്നെ വരുന്നത് ആരാണ്? നമ്മുടെ സോഡിയം ആണ് വരുന്നത്. ഇനി സോഡിയം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ എണ്ണി നോക്കിക്കേ, 8 സോഡിയം 1ാമത്തെ. പിന്നെ മഗ്നീഷ്യം, കാൽഷ്യം, ഇവിടെ കാൽഷ്യം ഇല്ല, മഗ്നീഷ്യം, അന്ന് കാൽഷ്യം കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ സോഡിയം കഴിഞ്ഞ് മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. 7ആയോ? പിന്നെ വരുന്നത് ആരാണ്? നമ്മുടെ പൊട്ടാസ്യം. അപ്പോ ലിഥിയത്തിനും സോഡിയത്തിനും സെയിം പ്രോപ്പർട്ടി ആണ്. അതേപോലെ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും സെയിം പ്രോപ്പർട്ടി ആണ്. സോറി, മഗ്നീഷ്യം കഴിഞ്ഞിട്ട് അലുമിനിയം തന്നെയാണ്, പൊട്ടാസ്യം കഴിഞ്ഞിട്ടാണ് കേട്ടോ കാൽഷ്യം. എനിക്ക് ചെറിയ തെറ്റ് പറ്റിയതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ലിഥിയം കഴിഞ്ഞ് 8ാമത് വരുന്നത് ആരാണ്? നമ്മുടെ സോഡിയാണ്. അപ്പൊ ലിഥിയം കഴിഞ്ഞ് 8ാമത് വരുന്നത് സോഡിയാണ്. അതുകൊണ്ട് തന്നെ ലിഥിയത്തിനും സോഡിയത്തിനും എന്തായിരിക്കും? സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ സോഡിയം കഴിഞ്ഞ് 8ാമത് വരുന്നത് ഏതാണ്? പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിനായിരിക്കും സെയിം പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്. അതേപോലെ ബെറിലിയത്തിന്റെ അതേ പ്രോപ്പർട്ടി ഉള്ളത് ആരാണ്? ഇത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ബെറിലിയം കഴിഞ്ഞ് 8ാമത് വരുന്നത് ആരാണ്? ബെറിലിയം ആണ് ഇത്. ബെറിലിയം കഴിഞ്ഞ് 1, 2, 3, 4, 5, 6. ബെറിലിയം കൂടെ കൂട്ടണം കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോ 1ാമത്തെ എലമെന്റിനും 8ാമത്തെ എലമെന്റിനും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി ബോറോൺ നോക്കുക. ബോറോൺ ആണ് നമ്മുടെ 1ാമത്തെ എലമെന്റ്. അപ്പൊ ബോറോൺ
1 2 3 4 5 6 7 8 ആർക്കാണ് വന്നത്? അലുമിനിയത്തിനാണ് വന്നിട്ടുള്ളത്. ഇനി അലുമിനിയം കഴിഞ്ഞിട്ടോ ആരായിരിക്കും? കണ്ടുപിടിക്കാട്ടോ. അതാണ് ഒരു ഹോംവർക്ക് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഈ ന്യൂലാൻഡ്സിന്റെ കുറച്ച് മെറിറ്റ്സ് പഠിക്കാം. അതായത് അഷ്ടക നിയമം, ന്യൂലാൻഡ്സിന്റെ അഷ്ടകങ്ങളുടെ കുറച്ച് മെറിറ്റ്സുകൾ പഠിക്കാം. എന്താണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ടാണ്. ഡോബറേനിയർ ട്രയാഡ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? അഷ്ടകത്തിനെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? ഈ അഷ്ടകത്തിന്റെ നിയമം പോലെ തന്നെ അറ്റോമിക് മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടീസ്, റിപ്പീറ്റേഷൻ വരുന്നില്ലേ? പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിപ്പീറ്റിംഗ് ദ പ്രോപ്പർട്ടി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പൊ എന്താണ് ഈ സാ തന്നെ 8ാമത് റിപ്പീറ്റ് ചെയ്യണ സാ പറഞ്ഞിട്ട് ആർക്ക് വരുന്നത്? നമ്മുടെ സോഡിയത്തിന് വരുന്നത്. അപ്പൊ ആ ഒരു പീരിയോഡിസിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ഒക്ടേവ്സിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് 40ൽ കൂടുതൽ അറ്റോമിക മാസ് ഉണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വരുന്നത്, നമ്മൾ അപ്പോഴത്തേനും ആരെ കൂടെ കണ്ടുപിടിച്ചു? നമ്മുടെ നോബിൾ ഗ്യാസിനെ കൂടെ കണ്ടുപിടിച്ചു. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ. നമ്മുടെ ഇതിൽ പറയുന്ന ചില നോബിൾ ഗ്യാസിനെയൊക്കെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വന്നു? നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് 8ാമത് വന്നു. അതുകൊണ്ട് 9th എലമെന്റിനായിരിക്കും സെയിം പ്രോപ്പർട്ടി വരുന്നത്. അല്ലേ? ആലോചിച്ച് നോക്കുക. 9th എലമെന്റിനായിരിക്കും ആ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഷ്ടക നിയമം എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കുറെ തെറ്റുപറ്റി. ഡോബറേനിയർ ട്രയാഡ്സിന് ഒരു തെറ്റുപറ്റി, അതേപോലെ തന്നെ നമ്മുടെ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സിനും കുറച്ച് തെറ്റൊക്കെ പറ്റി. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ഓവർകം ചെയ്തിട്ടാണ് ആര് വന്നത്? നമ്മുടെ മെൻഡലീവ് വന്നത്. മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ പീരിയോഡിക് ലോ എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം മെൻഡലീവ് പീരിയോഡിക് ടേബിൾ അല്ല ഇപ്പൊ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആരാണ്? മെൻഡലീവ് ആണ്. അത് എപ്പോഴും തെറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താ? പുതിയതായിട്ട് ആരാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അവരായിരിക്കും ഫാദർ. കറക്റ്റ് ആയിട്ട് ആരാണോ അതിനെ ചെയ്തിട്ടുള്ളത് അവരായിരിക്കും ഫാദർ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേങ്കില് ഇവിടെ പീരിയോഡിക് ടേബിൾ ഇത്രയും നേരം നമ്മൾ ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. കുറച്ച് എലമെന്റ്സുകളെ പിടിച്ചിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യണം, അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേങ്കില് മെൻഡലീവ്സ് എന്ത് പറഞ്ഞു? നമുക്ക് അതൊരു പീരിയോഡിക് ടേബിൾ ആക്കി മാറ്റാമെന്ന് പറഞ്ഞു. അപ്പൊ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു വാക്ക് കൊണ്ടുവന്നത് ആരാണ്? മെൻഡലീവ്. അതുകൊണ്ട് തന്നെ മെൻഡലീവ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. 1869 കേട്ടോ അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. മെൻഡലീവ്സ് പീരിയോഡിക് ലോ. എന്താണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ? Chemical and physical properties of elements are a periodic function of their atomic masses. അറ്റോമിക മാസുകളുടെ പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് രണ്ടും എന്തിന്റെ ഫംഗ്ഷൻ ആണ്? അറ്റോമിക് മാസിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇവിടെയും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആള് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അറ്റോമിക് മാസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇതിൽ ആൾ എന്തൊക്കെ കൊണ്ടുവന്നു? മെയിൻ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് ചോദിക്കാട്ടോ. 4 തന്നിട്ട് ഇതിൽ ഏതാണ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ലോയിൽ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാവുന്നതാണ്. ആൾ എന്ത് ചെയ്തു? റോസും കോളംസും കൊണ്ടുവന്നു. അതായത് ഈ കാണുന്നതാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ളതിനെയാണ് നമ്മൾ റോസ് എന്ന് പറയുന്നത്. റോസും കൊണ്ടുവന്നു. ഇങ്ങനെ താഴ്ത്തേക്കുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയണത്? കോളംസ് എന്ന് പറയണത്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. റോസും കോളംസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ആരാണ്? നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് വെച്ചിട്ടുള്ള മെൻഡലീവ് ആണ് അത് പറഞ്ഞത്. ഹൊറിസോണ്ടൽ റോസിന് നമ്മൾ എന്ത് പേര് വിളിച്ചു? പീരിയഡ്സ് എന്ന് പറഞ്ഞു. എത്ര പീരിയഡ്സ് ഉണ്ടായിരുന്നു? എണ്ണി നോക്കിക്കേ എത്ര പീരിയഡ് ഉണ്ട് എന്ന്. 6 പീരിയഡ് ആണ് ഉള്ളത്.
അതേപോലെ തന്നെ എത്ര കോളംസ് ഉണ്ട്? റോസിനെയാണ് നമ്മൾ പീരിയഡ്സ് എന്ന് പറഞ്ഞത്. കോളംസിന് എന്ത് പറഞ്ഞു? ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. എത്ര ഗ്രൂപ്പും എത്ര പീരിയഡ് ഉണ്ടെന്ന് നോക്കി പറഞ്ഞേ. നമ്മുടെ മെന്റലി പീരിയോഡിക് ടേബിളില് എത്ര എണ്ണം ഉണ്ട്? എനിക്ക് ഗ്രൂപ്പ്സ് നോക്കട്ടെ. ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് റോ, അതിന് നമ്മൾ പീരിയഡ്സ് എന്ന് പറയണു. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് നമ്മുടെ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര പീരിയഡ് ഉണ്ട്? ഒന്ന്, 2, 3, 4, 5, 6 പീരിയഡ് അല്ലേ ഉള്ളത്. ഇനി എത്ര കോളംസ് അഥവാ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8. മനസ്സിലായോ? അപ്പൊ നമ്മുടെ മെന്റലീവ്സ് പീരിയോഡിക് ടേബിൾ അഥവാ പീരിയോഡിക് ലോസിൽ എത്ര എണ്ണം ഉണ്ട്? കറക്റ്റ് ആണ്. പീരിയഡ്സ് എന്ന് പറയുന്നത് 6 വരെയും അതേപോലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 8 ഗ്രൂപ്പുമാണ് ഉള്ളത്. 1 to 6 പീരിയഡ്സിനെ നമ്മൾ അറബിക് ന്യൂമറൽസിലും അതേപോലെ തന്നെ ഗ്രൂപ്പുകളെ നമ്മൾ റോമൻ ന്യൂമറൽസിലുമാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ എന്താ പറയാ 1 to 7 എന്ന് പറയുന്നതിനെ നമ്മൾ എയും ബിയും സബ് ഗ്രൂപ്പ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി മെറിറ്റ്സ് ഓഫ് മെന്റലീവ് പീരിയോഡിക് ടേബിൾ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൾ എലമെന്റ്സ്. അന്ന് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആൾക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലേ? ഉണ്ട്. അത്യാവശ്യം എല്ലാ എലമെന്റ്സിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ടേബിളിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഡോബറേനിയർ ട്രയാഡ്സിനാണെങ്കിലും ന്യൂലാൻഡ്സിന്റെ ഒക്ടേവ് അഥവാ അഷ്ടകങ്ങൾക്കാണെങ്കിലും നമുക്ക് എല്ലാ എലമെന്റ്സിനെയും അല്ലെങ്കിൽ എല്ലാ മൂലകങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസിഫിക്കേഷൻ നടന്നിട്ടില്ല. അപ്പൊ അത് ആരുടെ പ്രത്യേകതയാണ്? നമ്മുടെ മെന്റലീവ് പീരിയോഡിക് ലോ അഥവാ മെന്റലീവിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാ എലമെന്റ്സിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ ആയിരുന്നു മെന്റലീവിന്റെ. രണ്ടാമത്തെ എന്താണ്? കറക്ഷൻ ഓഫ് അറ്റോമിക് മാസ്. അതായത് നമ്മൾ നേരത്തെ ബെറിലിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 7 ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇവിടെ എന്ത് ചെയ്തു? ബെറിലിയത്തിന്റെയും ഗോൾഡിന്റെയും ഇൻഡിയത്തിന്റെയും ഒക്കെ എന്ത് ചെയ്തു? അറ്റോമിക് മാസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ് അതിനെ തിരുത്താൻ പറ്റി. അപ്പോഴേ അവിടെ എന്ത് പോയി? നമ്മുടെ അഷ്ടക നിയമങ്ങൾ അവിടെ തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പിന്നെ പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ബ്ലാങ്ക് ആക്കിയിട്ടിരിക്കുകയാണ് അല്ലെ? കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആൾക്ക് അവിടെ എന്തോ ഒരു എലമെന്റ് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം നമ്മൾ ആ ഒരു പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഇങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഇനി ആരോ വരാനുണ്ട്, ഇനി എന്തോ ഒരു എലമെന്റിനെ കണ്ടുപിടിക്കാനുണ്ട് എന്ന് ആൾക്ക് മനസ്സിലായി. അതിനുശേഷമാണ് മറ്റേ എലമെന്റ്സിനെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുതിയ എലമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രഡിക്ഷൻ ഓഫ് ന്യൂ എലമെന്റ്സും കൂടെ ആൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആ പുതിയ എലമെന്റ്സിനുള്ള പ്ലേസ് അവിടെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ ഒരു എലമെന്റിന് ഇന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ആയിരിക്കും എന്നും പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കാവുന്നതാണ്. നോക്കുക, ഫസ്റ്റത്തെ ഏതാണ്? എക്ക സിലിക്കൺ. അതായത് എക്ക സിലിക്കൺ എന്ന് പറയുന്നത് ഏതാണ്? എക്ക സിലിക്കൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എലമെന്റിന് ഒരു പേര് കൊടുത്തു. എക്ക സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പൊസിഷൻ ബിലോ സിലിക്കൺ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. കുറെ കാലങ്ങൾക്ക് ശേഷം എന്ത് കണ്ടുപിടിച്ചു? അവിടെ നമ്മൾ ജർമേനിയത്തിനെ കണ്ടുപിടിച്ചു. ആ ജർമേനിയത്തിന്റെ പഴയ പേരാണ് എക്ക സിലിക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതേപോലെ രണ്ടാമത്തെ എലമെന്റ് ആണ് എക്ക ബോറോൺ, അതാണ് നമ്മുടെ സ്കാൻഡിയം. പിന്നെ എക്ക അലുമിനിയം, അതാണ് ഗാലിയം. ഈ 3 എലമെന്റ്സിനെയാണ് ആള് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന സ്ഥലത്ത് വരും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി? കണ്ടുപിടിച്ച് അതിനെ ആ പറഞ്ഞ പ്രോപ്പർട്ടീസും തന്നെയായിരുന്നു ഈ ഒരു എലമെന്റ്സിനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 3 എണ്ണം ഒന്ന് ഓർത്ത് വെക്കുക. എക്ക സിലിക്കൺ, എക്ക ബോറോൺ, എക്ക അലുമിനിയം. ഇത് 3 എണ്ണം ഒന്ന് ഓർത്ത് വെക്കുക. എക്ക സിലിക്കൺ എന്ന് പറയുന്നത് നമ്മുടെ ജർമ്മനിയാണ്. എക്ക ബോറോൺ എന്ന് പറയുന്നത് ഏതാണ്? സ്കാൻഡിയം ആണ്. എക്ക അലുമിനിയം എന്ന് പറയുന്നത് ഗാലിയം ആണ്. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് വെക്കുക. ഇനി വാലൻസി ഓഫ് എലമെന്റ്സ്. വാലൻസി എന്നുള്ള ടേമിനെ കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ മെന്റലീവ്സ് ആണ്. അപ്പൊ മെന്റലീവ്സിന് അതിനും കൂടെ പറ്റി, ഓരോ എലമെന്റ്സിന്റെയും വാലൻസിയും കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ആൾ ആരെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്?
ലിഥിയം, ഹൈഡ്രജൻ, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം ഇത്രയും എലമെന്റ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ വാലൻസി എത്രയാണെന്ന് പറഞ്ഞു? 1 ഇവരുടെ വാലൻസി വരുന്നത് എന്നും പറഞ്ഞു. ഇനി ഇത്രയുമാണ് മെറിറ്റ്സ് ഉണ്ടായിരുന്നത്. ഇനി ഡിഫക്ട്സുകൾ ഉണ്ട്. മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അതിനും കുറച്ച് എന്ത് വന്നു? ഡിമെറിറ്റ്സ് വന്നു. ആ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എവിടെ പ്ലേസ് ചെയ്യണം എന്നേ അറിയില്ലായിരുന്നു. ഹൈഡ്രജനെ ലാസ്റ്റ് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു? ആൽക്കലി മെറ്റൽസിന്റെ കൂട്ടത്തിൽ പ്ലേസ് ചെയ്തു. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ആൽക്കലി മെറ്റൽസിന്റെ കൂട്ടത്തിൽ നമുക്ക് ഹൈഡ്രജനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാ പറ്റുക ഹൈഡ്രജനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു പീരിയഡിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ആൽക്കലി മെറ്റൽസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, അതൊരിക്കലും മെറ്റൽ ആയിട്ട് മാറില്ല. അപ്പൊ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റില്ല. അപ്പൊ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ അവിടെ ഒരു ഡിമെറിറ്റ് ആണ്. ഇനി ഐസോടോപ്പുകൾ, അന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് കാർബൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് അല്ല, കാർബൺ 12 ഒരു എലമെന്റ് ആണ്, കാർബൺ 14 ഒരു എലമെന്റ് ആണ്. അപ്പൊ ഇവരെയൊക്കെ എവിടെ പ്ലേസ് ചെയ്യും എന്ന് ആൾക്കറിയില്ലായിരുന്നു. അറ്റോമിക് മാസിൽ വ്യത്യാസമുണ്ട്, പക്ഷെ എങ്കിൽ സിമിലർ പ്രോപ്പർട്ടീസും ആണ്. മാസ് കൂടുന്തോറുമാണ് മെന്റലീവ് എന്ത് ചെയ്തിരുന്നത്? ഓരോന്ന് റൈറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാർബൺ 12 ആണ്, അത് കഴിഞ്ഞ് 13 എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടെ, അത് കഴിഞ്ഞ് പിന്നെ 14, കാർബൺ 14 പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഐസോടോപ്പുകളുടെ പൊസിഷൻ എന്ത് ചെയ്തു? അത് ഒരു ഡിഫക്റ്റ് ആയിട്ടുണ്ട്. അനോമലസ് പെയർ ഓഫ് എലമെന്റ്സ്, അതായത് ഇപ്പൊ ആള് ക്ലാസിഫൈ ചെയ്തതനുസരിച്ചിട്ട് ചില എലമെന്റ്സിനൊക്കെ ഹയർ ആറ്റോമിക് മാസ് ഉള്ളത് ലോവർ ആറ്റോമിക് മാസിന് മുൻപ് വന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് നിക്കലിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 58.7 ആണ് അല്ലെ? അതേപോലെ കൊബാൾട്ടിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 58.9 ആണ്. ഇതിലേതാണ് വലുത്? കൊബാൾട്ടിന്റെ 58.9 ആണ് വലുത്. അപ്പൊ നിക്കലിന് ശേഷമാണ് ശരിക്കും ആര് വരേണ്ടത്? കൊബാൾട്ട് വരേണ്ടത്. പക്ഷെ മെന്റലി പീരിയോഡിക് ടേബിളിൽ എന്താണ്? നിക്കലിന് മുൻപാണ് ആര് വന്നിട്ടുള്ളത്? നമ്മുടെ കൊബാൾട്ട് വന്നിട്ടുള്ളത്. അതാണ് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഏതാണ്? ടെലൂറിയം ഈസ് പ്ലേസ്ഡ് ബിഫോർ അയഡിൻ. അയഡിന്റെ മാസ് എന്ന് പറയുന്നത് 126.9 ആണ്. ടെലൂറിയത്തിന്റെ എന്ന് പറയുന്നത് 127.6 ആണ്. അപ്പൊ ആരുടെ ആയിരുന്നു ശരിക്കും മുന്നിൽ വരേണ്ടിയിരുന്നത്? അയഡിന്റെ ആയിരുന്നു മുന്നിൽ വരേണ്ടിയിരുന്നത്. 126.9 ആണ് മുൻപിൽ വരേണ്ടിയിരുന്നത്. ബട്ട് അവിടെ ആര് വന്നു? നമ്മുടെ ടെലൂറിയം 127.6 അല്ല, മൂലകമാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആർഗണും പൊട്ടാഷ്യം തമ്മിലായിരുന്നു. പൊട്ടാഷ്യത്തിന് മുൻപാണ് ആർഗണിനെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 39.9 പൊട്ടാഷ്യത്തിന് 39.1 ആണ് ആറ്റോമിക് മാസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതും തെറ്റല്ലേ? തെറ്റാണ്. ഇനി ഗ്രൂപ്പിംഗ് ഓഫ് കെമിക്കലി ഡിസിമിലർ എലമെന്റ്സ്, കെമിക്കലി ഡിസിമിലർ ആയിട്ടുള്ള എലമെന്റ്സിന് സെയിം ഗ്രൂപ്പിൽ കൊണ്ടുപോയി ഇട്ടു. അതായത് കോപ്പറും സിൽവറിനും ആരുമായിട്ട് ഒരു റെസംബ്ലൻസും ഇല്ല. നമ്മുടെ ആൽക്കലി മെറ്റൽസ് ആയിട്ടുള്ള ലിഥിയത്തിനും സോഡിയം ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവരെ കൊണ്ടുപോയിട്ട് ഏതിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഗ്രൂപ്പിംഗ് തെറ്റായിരുന്നു. അതേപോലെ കെമിക്കലി സിമിലർ ആയിട്ടുള്ള എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തു. ഗോൾഡിനും പ്ലാറ്റിനത്തിനും ഏകദേശം കെമിക്കലി അവര് സിമിലർ ആണ്, പക്ഷെ അവര് രണ്ടുപേരും രണ്ട് ഗ്രൂപ്പിലാണ് ആരിട്ടിട്ടുണ്ടായിരുന്നത്? നമ്മുടെ മെന്റലീവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു 6 ഡിഫക്ട്സ് ആണ് മെന്റലീവ് പീരിയോഡിക് ലോ അഥവാ പീരിയോഡിക് ടേബിളിന് ഉണ്ടായിരുന്നത്. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത്രയും പഠിച്ചതെന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അറിയണ്ടേ? അപ്പൊ elements A, B, C constitutes a Daubernian triads. Atomic mass of A എന്ന് പറയുന്നത് 20 ആണ്, C എന്ന് പറയുന്നത് 40 ആണ്. Predict atomic mass of B. എന്തായിരിക്കും ആ ബിയുടെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്? ഇതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്തിട്ട് ആൻസർ പറയാം. എന്തായിരിക്കും? ഓൾമോസ്റ്റ് ദ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരുന്നു ഡോബറേനിയറുടെ തൃകങ്ങൾ പറയുന്നത്? ഒന്നാമത്തെ മൂലകത്തിന്റെ മാസും മൂന്നാമത്തെ മൂലകത്തിന്റെ മാസും തമ്മിൽ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ ആരുടെ മാസ് കിട്ടും? രണ്ടാമത്തെ, അതായത് നടുവിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക മാസ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഒന്നാമത്തെ എലമെന്റിന്റെ ആറ്റോമിക മാസ് തന്നിട്ടുണ്ട്, മൂന്നാമത്തെ എലമെന്റിന്റെ ആറ്റോമിക മാസും തന്നിട്ടുണ്ട്. 20 + 40 എത്രയായി? 60. 60/2 30. അപ്പൊ എത്രയായിരിക്കും ആൻസർ വരുന്നത്? 30 ആയിരിക്കും.
മനസ്സിലായോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് പ്രോപ്പർട്ടി ഓഫ് ആറ്റം വാസ് യൂസ്ഡ് ബൈ മെൻഡലീവ് ടു ക്ലാസിഫൈ ദ എലമെന്റ്സ്? മെൻഡലീവ് കുറെ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. അത് ആറ്റത്തിന്റെ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടി, ഒരു ആറ്റത്തിന്റെ ഏത് പ്രത്യേകത യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ആ മൂലകങ്ങളെ മെൻഡലീവ് ഒരു ക്ലാസിഫിക്കേഷൻ പോലെ ആക്കിയിട്ടുള്ളത്? എന്താണ്? ആറ്റോമിക മാസ്. കറക്റ്റ് ആണ് കേട്ടോ. ആറ്റോമിക മാസ് യൂസ് ചെയ്തിട്ടാണ് മെൻഡലീവ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തത് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. മെൻഡലീവ് പീരിയോഡിക് ക്ലാസിഫിക്കേഷനില് whether chemically similar elements are placed in a group or in a period. In Mendeleev periodic classification, whether chemically similar elements are placed in a group or in a period. ഇതൊന്ന് ആൻസർ നാളത്തേക്ക് പറയണം കേട്ടോ. അതേപോലെ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എക്സ്പ്ലെയിൻ 3 ഡിഫക്ട്സ് ഓഫ് മെൻഡലീവ് പീരിയോഡിക് ടേബിൾ. അതും കൂടെ ഈ 2 ഹോംവർക്ക് ചെയ്തിട്ട് നാളെ തന്നെ അയക്കണം. നാളെ നമ്മുടെ ഈ ഒരു 7:30 മുൻപായിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണേ. മെൻഡലീവിന്റെ കഴിഞ്ഞു. നമ്മൾ 4 എണ്ണല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 4 പേരെ കുറിച്ചായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്. ഡോബറേനിയറുടെ തൃകങ്ങൾ നമ്മൾ പറഞ്ഞു, ന്യൂലാൻഡിന്റെ അഷ്ടകങ്ങൾ പറഞ്ഞു, മെൻഡലീവിന്റെ പീരിയോഡിക നിയമം പറഞ്ഞു. ഇനി നാലാമത്തെ ആയിട്ടുള്ളതാണ് ആധുനിക പീരിയോഡിക നിയമം അഥവാ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്തായിരിക്കും? ആരാണ് ആധുനിക പീരിയോഡിക നിയമം കൊണ്ടുവന്നത്? ആരാണ്? ഹെൻറി മോസ്ലി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹെൻറി മോസ്ലിയുടെ ആണ് നമ്മുടെ ആധുനിക പീരിയോഡിക നിയമം. ആരായിരുന്നു നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ അഥവാ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? മെൻഡലീവ് ആണ്. അവിടെ ഹെൻറി മോസ്ലി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഓപ്ഷനും കൂടി ഉണ്ടായിരിക്കും, തെറ്റിക്കരുത്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് പറയുന്നത് മെൻഡലീവ് ആണ്. ആധുനിക പീരിയോഡിക നിയമം അഥവാ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഹെൻറി മോസ്ലിയുടെ ആണ്. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നേരം നമ്മൾ ആറ്റോമിക മാസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഹെൻറി മോസ്ലിയാണ് ഒന്ന് മാറ്റി ചിന്തിച്ചത്. അവിടെ ആറ്റോമിക മാസ് അല്ല വരേണ്ടത്. ആറ്റോമിക മാസ് കൊണ്ടുവന്നപ്പോ ഈ 3 പേർക്കും തെറ്റുപറ്റി. അപ്പൊ അവിടെ വേറെ ആരെയോ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടത്. അത് ആരെ വെച്ചിട്ടായിരുന്നു നടത്തേണ്ടിയിരുന്നത്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടിയിരുന്നത്. എന്തിന്റെ ബേസിലാണ്? ആറ്റോമിക നമ്പറിന്റെ ബേസിലാണ്. ഒരു ആറ്റത്തിന്റെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് നമ്മൾ Z വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Z എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂക്ലിയസിന്റെ അകത്തുള്ള പ്രോട്ടോണുകളുടെ നമ്പറിനെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളുടെ നമ്പറാണ് ആറ്റോമിക നമ്പർ. മനസ്സിലായോ? എന്താണ് മോഡേൺ പീരിയോഡിക് ലോ അഥവാ ആധുനിക പീരിയോഡിക നിയമം എന്ന് പറയുന്നത്? ഇത് പഠിച്ചു വെക്കണം കേട്ടോ. എന്താ സ്റ്റേറ്റ് ചെയ്യണത്? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ആറ്റോമിക് നമ്പർ. എന്തായിരുന്നു? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്? നമ്മുടെ ആറ്റോമിക നമ്പറിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. എലമെന്റ്സിനെ നമ്മൾ എന്ത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ആറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഓരോ എലമെന്റിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എലമെന്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ റിപ്പീറ്റഡ് ആഫ്റ്റർ സർട്ടൻ റെഗുലർ ഇന്റർവെൽസ്. ഒരു പ്രത്യേക ഇന്റർവെൽ കഴിയുന്ന സമയത്ത്, റെഗുലർ ഇന്റർവെൽസ് കഴിയുമ്പോൾ ഈ ഫസ്റ്റ് ഉണ്ടായിരുന്നതിന്റെ അതേ പ്രോപ്പർട്ടിയിലുള്ള എലമെന്റ്സിനെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ആധുനിക പീരിയോഡിക നിയമം എന്ന് പറയുന്നത്? കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ periodic functions of their atomic number. That is, if elements are arranged in the order of their increasing atomic number, the elements with similar properties are repeated after certain regular intervals. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇത് ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ മെൻഡലീവ് പീരിയോഡിക് ടേബിളിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ആള് ചെയ്തതിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് മാത്രമാണ് ഇതിൽ ചേർത്തുന്നത്. അപ്പോഴത്തേനും നമ്മൾ കുറെ എലമെന്റ്സിനെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കുക,
അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഓഫ് പീരിയോഡിസിറ്റി ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ്. അവിടെ പീരിയോഡിസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഒരു റെഗുലർ ഇന്റർവെൽ കഴിയുന്ന സമയത്ത് അവിടെ ആ ഒരു ആദ്യത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിന് ശേഷം അവിടെ എന്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? ആ ഒരു എലമെന്റിന്റെ ആ ഒരു പ്രോപ്പർട്ടി അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഇവരുടെ ആറ്റോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 11, 19, 37, 55, 87 എന്നുള്ള രീതിയിലാണ്. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം ഇവരാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലിഥിയത്തിനും സോഡിയത്തിനും പൊട്ടാഷ്യത്തിനും റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യത്തിനും എല്ലാം സെയിം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലി എർത്ത് മെറ്റൽസ്. ഇനി നോക്കുക, എന്താണ് അവിടെ പീരിയോഡിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്? ഇവരുടെ ഇലക്ട്രോണിക് വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കുക. എങ്ങനെ ഇലക്ട്രോൺ വിന്യാസം എഴുതാന്ന് അറിയാലോ? 2, 8, 18, 32 ആ ഒരു രീതിയിലാണ് ഇത് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ലിഥിയം 3 ആണ്. 3 എന്ന് വരുമ്പോ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസും രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണും. സോഡിയം 11 ആണ്. 2ഉം 8ഉം പിന്നെ വരുന്നത് 1. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് 1 1 1 1. ഇതിന്റെ ഒക്കെ ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ഇതിനെന്താണ്? ഒരു പീരിയോഡിസിറ്റി ഉണ്ട് ഇല്ലേ? അവരുടെ വാലൻസി എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും അവരുടെ വാലൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാം. ഇവരിപ്പോ പീരിയോഡിസിറ്റി ഉണ്ട്, അവര് കെമിക്കലി അവര് സെയിം ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഏകദേശം സിമിലർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ അവരെ നമ്മൾ ഒരു ഗ്രൂപ്പിലാക്കിയത്. അപ്പൊ അവര് നല്ലൊരു റെഡ്യൂസിങ് ഏജൻസ് ആണ്. മോണോവാലന്റ് കാറ്റിയോൺസ് ആണ്. എത്രയാണ് വാലൻസി വരുന്നത്? 1 ആണ്. ഈ 1ന് നമ്മള് ഒരെണ്ണത്തിന് കൊടുക്കുന്നതാണോ നല്ലത്, 7 എണ്ണത്തിന് വാങ്ങിക്കുന്നതാണോ നല്ലത്? 1ന് കൊടുക്കുന്നതാണ് നല്ലത് അല്ലേ? 1ന് കൊടുക്കുന്ന ആൾ എന്താണ്? എപ്പോഴും കാറ്റിയോൺസ് ആണ്. C+ എന്ന് പറഞ്ഞ് പഠിക്കുക, കാറ്റിയോൺസ് ആണ്. അപ്പോ കാറ്റിയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെയാണ് നമ്മൾ കാറ്റിയോൺസ് എന്ന് പറയുന്നത്. മോണോവാലന്റ് കാറ്റിയോൺസ് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. സോഡിയം ഒക്കെ നമുക്ക് കത്തി വെച്ചിട്ട് മുറിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ അയൺ പോലെ ഒന്നല്ല, സോഡിയത്തിനൊക്കെ നമുക്ക് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. വെരി റിയാക്റ്റീവ് ആണ്. പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. സോഡിയം ഒക്കെ വെള്ളത്തിലിട്ടാൽ പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും. അത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. സോഡിയം ഒക്കെ നമ്മൾ കെറോസിനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് എയറിലോ അല്ലെങ്കിൽ വാട്ടറിലോ ഒന്നും നമുക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. ഈവൻ മോയിസ്ചർ കണ്ടന്റ് ഉള്ള സ്ഥലത്തൊന്നും സോഡിയത്തിനൊന്നും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനേ പറ്റില്ല. വെരി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒറ്റയ്ക്ക് നമ്മുടെ എന്തില് കാണാൻ പറ്റില്ല? നമ്മുടെ ഈ ഒരു നാച്ചുറൽ ഒറ്റയ്ക്ക് ആ ഒരു ഫ്രീ സ്റ്റേറ്റിൽ കാണാൻ പറ്റില്ല. കമ്പൈൻഡ് സ്റ്റേറ്റിലായിരിക്കും കാണുന്നത്. എന്താണ്? കളർ നൽകും. സോഡിയത്തിനാണെങ്കിലും ലിഥിയം, പൊട്ടാഷ്യത്തിനൊക്കെ എന്തുണ്ട്? കളർ നൽകാനുള്ള ശേഷിയുണ്ട്. അതായത് ഫ്ലെയിമില് അത് കളറ് ഇമ്പാർട്ട് ചെയ്യും. പിന്നെ ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യും. സോഡിയം ഹൈഡ്രൈഡ്, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോഡിയം ഹൈഡ്രൈഡ്, ലിഥിയം ഹൈഡ്രൈഡ് ഒക്കെ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ബേസിക് ഓക്സൈഡ്സ് വിത്ത് ഓക്സിജൻ. ഓക്സിജനായിട്ട് എന്ത് ഫോം ചെയ്യും? ലിഥിയം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ്സ് ഒക്കെ ഫോം ചെയ്യാറുണ്ട്. പിന്നെ ദേ റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആൻഡ് ലിബറേറ്റ് ഹൈഡ്രജൻ. അതാണ് വാട്ടറിൽ ഇടുന്ന സമയത്ത് റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. ആ ഹൈഡ്രജൻ റിലീസ് ആവുമ്പോൾ ആ ഒരു പോപ്പ് സൗണ്ട് ആണ് അവിടെ കേൾക്കുന്നത്. നമ്മൾ പൊട്ടിത്തെറിക്കുന്നു അറിയില്ലേ? അവിടെ കേൾക്കുന്നത്. എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിൾ? നമുക്ക് ടേബിളിലേക്ക് പോവാം. ടേബിൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് കേട്ടോ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്ന് നോക്കുക, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഗ്രൂപ്പ് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. എത്ര ഗ്രൂപ്പാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്? എനിക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 18 ഗ്രൂപ്പാണ് ആർക്കുള്ളത്? മോഡേൺ പീരിയോഡിക് ടേബിളിന് ഉള്ളത്. എത്ര പീരിയഡ്സ് ഉണ്ടെന്ന് എനിക്ക്? 1 2 3 4 5 6 7. ഇത് ഇതിന്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. അത് കൂട്ടാൻ പാടില്ല.
അപ്പൊ 7 പീരിയഡ്സും 18 ഗ്രൂപ്പും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് 7 പീരിയഡും അതേപോലെ തന്നെ 18 ഗ്രൂപ്പും അടങ്ങിയതാണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിന് എന്ത് പറയും? നോക്കുക, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്. ഇവരെ നമ്മൾ എന്ത് പറയും? ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സിലിക്കൺ, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, ഇവരെയാണ് നമ്മൾ എന്ത് പറയണത്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയണത്. ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള ഈ ഒരു പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളതിനെ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയും, അഥവാ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 3 മുതൽ 12 വരെയുള്ളത് എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അല്ലെ? അതിനെ നമ്മൾ പറയുന്നതാണ് ട്രാൻസിഷൻ മെറ്റൽസ്. ഇനി 13 മുതൽ 18 വരെ ഉള്ളതിനെ നമ്മൾ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയും. അതിന് തന്നെ ഇത് ബോറോൺ ഫാമിലി ആണ്, ഇത് കാർബൺ ഫാമിലി, ഇത് നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി. ഇതിനെ നമ്മൾ 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഹാലോജൻസ്. 18ാമത്തെ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഇനേർട്ട് ഗ്യാസ് അഥവാ നോബിൾ ഗ്യാസ് അഥവാ അലസവാതകങ്ങൾ എന്ന് പറയും. എന്താണ്? ഇനേർട്ട് ഗ്യാസ് അഥവാ അലസവാതകങ്ങൾ എന്ന് പറയും. ഇത് ആൽക്കലി മെറ്റൽസ്, ഇത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇത് ട്രാൻസിഷൻ മെറ്റൽസ് അഥവാ എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഇത് പി ബ്ലോക്ക് ആണ് കേട്ടോ. 13 മുതൽ 18 വരെ ഉള്ളത് പി ബ്ലോക്ക് ആണ്. അതിൽ 13ന് ബോറോൺ ഫാമിലി, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ ഫാമിലി, 17 ഹാലോജൻസ്. 18ാമത്തെ ആണ് നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് അഥവാ നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ഇനി താഴത്ത് തന്നിരിക്കുന്ന എന്താണ്? നമ്മുടെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. നോക്കിയാൽ മനസ്സിലാവും. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ്. 57 ആണ്. എവിടെ 57ന്റെ? നോക്കുക, 56 കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടോന്ന് നോക്കിക്കേ. ഇവിടെ കഴിഞ്ഞിട്ട് എത്ര കൊടുത്തിട്ടുള്ളത്? 56, 57 കഴിഞ്ഞിട്ട് 57 മുതൽ എവിടെ വരെയുണ്ട്? 71 വരെ ഉള്ളത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കേട്ടോ. അതാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ആര് കഴിഞ്ഞിട്ടാണ്? ബേരിയം കഴിഞ്ഞിട്ട് ബേരിയത്തിന്റെ ഹോഫ്നിയത്തിന്റെ ഇടയിലാണ് നമ്മുടെ ലന്താനം ടു ലുട്ടീഷ്യം വരെ വരുന്നത്. ഇനി ആക്ടിനോയിഡ്സ് നോക്കുക. ആക്ടിനോയിഡ്സ് എവിടെ മുതലാ? റേഡിയം കഴിഞ്ഞിട്ട് ആക്ടിനോയിഡ്സ് ആക്ടീനിയം മുതൽ എവിടെ വരെയാണ്? ലോറൻഷ്യം വരെയാണ് നമ്മുടെ ആക്ടിനോയിഡ്സിൽ വരുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക. ഇതിന് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് അഥവാ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മെറ്റൽസ് ആണ്, ഇവിടേക്ക് വരുമ്പോൾ നോൺ മെറ്റൽസ് ആണ് കേട്ടോ. അതിന് കാരണം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ വാലൻസി 1, 1, 2 എന്നുള്ള രീതിയിലാണ്. ഇവരൊക്കെ പെട്ടെന്ന് എന്ത് കൊടുക്കും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നവരാണ് മെറ്റലുകൾ. ഇലക്ട്രോണുകളെ വാങ്ങുന്നവരാണ് നമ്മുടെ ഗ്യാസസ് അഥവാ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത്. അതൊന്ന് ആലോചിച്ച് വെക്കുക. മെറ്റൽസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അവരെപ്പോഴും എന്ത് ചെയ്യാനേ നോക്കുള്ളൂ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനേ നോക്കുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നവരാണ് എന്ത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയണമെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ അത് നമുക്ക് ആ ഒരു ഭാഗത്ത് പറയാം കേട്ടോ. ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും? കോളം ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ആയിട്ടുള്ളതാണ്. 18 ഗ്രൂപ്പ് ആണ് ഉള്ളത്. 1 മുതൽ 18 വരെ അറബിക് ന്യൂമറൽസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 17ഉം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. ലിഥിയത്തില് 2, 1 ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂറിൻ എത്തിയപ്പോ 2, 7 ആയി. 17ാമത്തെ ഗ്രൂപ്പ്. അപ്പൊ 18ാമത്തെ ഗ്രൂപ്പിൽ എത്രയായിരിക്കും? 2, 8 ആയിരിക്കും വരുന്നത്. അത് നോബിൾ ഗ്യാസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. അവരാരുമായിട്ടും റിയാക്ട് ചെയ്യില്ല. കാരണം അവിടെ 2, 8 എന്ന രീതിയിലാണ് വിന്യാസമുള്ളത്. 8 എന്ന് പറയുന്നത് എന്താണ്? അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ സ്ഥിരത കൈവരിച്ച മൂലകങ്ങളെയാണ് ഈ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവരെന്താണ്? സ്ഥിരത കൈവരിച്ചവരായതുകൊണ്ട് അവര് ഒരു റിയാക്ഷനും പങ്കെടുക്കില്ല. അതുകൊണ്ടാണ് അവര് അലസവാതകങ്ങൾ അഥവാ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത്. നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞില്ലേ?
ഇനി നമുക്ക് പീരിയഡ്സ് എന്താണെന്ന് നോക്കാം. എന്താണ്, എത്ര പീരിയഡ്സ് ഉണ്ട്? 7 ഹൊറിസോണ്ടൽ റോസ് ആണ് നമുക്ക് കാണുന്നത് അല്ലേ? 7 ഹൊറിസോണ്ടൽ റോസ് ആണ് ഉള്ളത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. 18 പീരിയഡ്സും 18 ഗ്രൂപ്പും 7 പീരിയഡും ആണ് ഉള്ളത്. 1 മുതൽ 7 വരെ അറബിക് ന്യൂമറൽസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ദാ ഒരു പീരിയഡ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ പീരിയഡിൽ എന്ന് പറയുമ്പോൾ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ വരെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കുക, 2, 8, 1 ഇലക്ട്രോൺ വിന്യാസം വന്നിട്ട്. മഗ്നീഷ്യം വന്നിട്ട് 2, 8, 2 അലുമിനിയം വന്നിട്ട് 2, 8, 3 സിലിക്കൺ വന്നിട്ട് 2, 8, 4, ഫോസ്ഫറസ് വന്നിട്ട് 2, 8, 5. അങ്ങനെ ഓരോരോ എലമെന്റ്സ്, ഓരോരോ ഇലക്ട്രോൺസ് ആണ് കൂടുന്നത്. അതിനനുസരിച്ചിട്ടാണ് അപ്പൊ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്? എലമെന്റ്സിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോഡിയം 11, മഗ്നീഷ്യം 12, അലുമിനിയം 13, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ ആ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിന്റെ താഴത്തേക്ക് വരികയെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു ഷെല്ലും കൂടെ കൂടും. സോഡിയം കഴിഞ്ഞിട്ട് നമ്മുടെ പൊട്ടാഷ്യം ആണ് വരുന്നത്. പൊട്ടാഷ്യത്തിന് എത്ര ഉണ്ടാവും? ഒന്ന് പറഞ്ഞേ. ഇവിടെ 2, 8, 8 അപ്പൊ എത്രയായി? ഉം 18 വരുന്നത്. ആറ്റോമിക് നമ്പർ ആർഗണിന്റെ 18 വരുന്നത്. അപ്പൊ ഇനി 19 ആയിരിക്കും ആരുടെ വരുന്നത്? പൊട്ടാസ്യത്തിന്റെ വരുന്നത് അല്ലേ? അപ്പൊ പൊട്ടാസ്യത്തിന്റെ നമ്മൾ എങ്ങനെ എഴുതും? 2, 8, 8 വന്നപ്പോ എത്രയായി? 18 ഇനി ആരെയും കൂടെ വരണം? ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. നോക്കുക, ഇവിടെ ആർഗണിന്റെ 2, 8, 8 അപ്പൊ എത്ര വന്നു? ആർഗണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 18 വരുന്നത്. ഇനി നമുക്ക് ആരുടെ വേണ്ടത്? പൊട്ടാസ്യത്തിന്റെ വേണം. സോഡിയത്തിന്റെ താഴെ നമുക്ക് പൊട്ടാസ്യം വരുന്നത്. അപ്പൊ പൊട്ടാസ്യത്തിന്റെ എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? 2, 8, 8 ഇപ്പൊ എത്രയായി? 18 ആയില്ലേ? 18 പ്ലസ് 1 19 വരേണ്ടത്. അപ്പൊ ഇവിടെ ആരും കൂടെ വരും? 1 കൂടെ വരും. ഇവിടെ എത്ര ഷെല്ല് കൂടി? ഇവിടെ 3 ഷെല്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോ എത്ര ഷെല്ലായി? 4 ഷെല്ലായിട്ട് മാറി. അപ്പൊ താഴത്തേക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വരുമ്പോ ഓരോ ഷെല്ല് കൂടും. ഈ പീരിയഡ് അടിസ്ഥാനത്തിൽ പോകുമ്പോൾ, അതായത് ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് ഹൊറിസോണ്ടലി അത് പോകുന്ന സമയത്ത്, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. അതായത് ഒരു ഷെല്ലിനകത്ത് തന്നെയുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഇവിടെ എല്ലാത്തിലും 3 ഷെല്ലല്ലേ ഉള്ളത്? ആദ്യത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലായപ്പോ അത് 2 ഇലക്ട്രോൺ, മൂന്നാമത്തേൽ വന്നപ്പോ 3 ഇലക്ട്രോൺസ്, അങ്ങനെ 8 ഇലക്ട്രോൺസ് വരെ ആയി. 8 ഇലക്ട്രോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ആർക്കില്ല? ആ ഒരു ഷെല്ലിനില്ല. അതുകൊണ്ട് അടുത്തേൽ വന്നു. അടുത്തേൽ 4 ഷെല്ലായി. അപ്പൊ സോഡിയത്തിന്റെ തൊട്ട് താഴെയുള്ള പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിന് 2, 8, 8, 1 എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്? ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ഏതാണ്? ഫസ്റ്റ് പീരിയഡ് ആണ് കേട്ടോ, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പീരിയഡ്. അത് നോക്കുക, നമ്മുടെ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ ഉള്ളൂ ഫസ്റ്റ് പീരിയഡിൽ. അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പീരിയഡ്. സെക്കൻഡ് ഷോർട്ടസ്റ്റ് പീരിയഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരിയഡുകളാണ്. അതിൽ 8 എലമെന്റുകളാണ് അടങ്ങിയിട്ടുള്ളത്. നാലാമത്തേലും അഞ്ചാമത്തേലും ലോങ് പീരിയഡ്സ് ആണ്. അതിൽ 18 എലമെന്റ് ആണ് ഉള്ളത്. ആറാമത്തെയും ഏഴാമത്തെയും പീരിയഡിൽ 32 എലമെന്റ്സ് വീതമാണ് ഉള്ളത്. അതിലാണ് നമ്മുടെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സും കൂടെ ഉൾപ്പെട്ടിരിക്കുന്നത്. ആറാമത്തേലും ഏഴാമത്തെയും പീരിയഡ്സിലാണ്. അതുകൊണ്ട് അതിൽ 32 എലമെന്റ്സ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആദ്യത്തെ പീരിയഡില് ഏറ്റവും ഷോർട്ടസ്റ്റ് ആണ്. അതിൽ 2 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരിയഡിൽ ഷോർട്ടസ്റ്റ് തന്നെയാണ്. അതിൽ 8 മൂലകങ്ങൾ വീതമാണ്. നാലാമത്തേലും അഞ്ചാമത്തേലും ലോങ് ആണ്. അതിൽ 18 മൂലകങ്ങൾ വീതമാണ്. ആറാമത്തേലും ഏഴാമത്തേലും 32 എലമെന്റുകൾ വീതമാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ടൈപ്പ് ഓഫ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2 എലമെന്റ്സ് പ്രസന്റ് ഇൻ ഗ്രൂപ്പ് 1 ആൻഡ് 2, അതേപോലെ തന്നെ 13 മുതൽ 17 വരെയുള്ളതിനെയാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. എസ് ബ്ലോക്കും പി ബ്ലോക്ക് എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ നോബിൾ ഗ്യാസ് ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. ഇനി നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അത് നമ്മുടെ 18th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ഉള്ളത്. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിരിക്കും.
അതിന്റെ കപ്പാസിറ്റി ഓർ വാലൻസി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആരുമായിട്ട് ഒരു റിയാക്ഷനും പോവില്ല, അതുകൊണ്ട് തന്നെ ഇനേർട്ട് ആണ്. ഓൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗ്യാസസ് ആണ്. അതാണ് നോബിൾ ഗ്യാസിന്റെ പ്രത്യേകത. ഇനി മൂന്നാമത് വരുന്നതാണ് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റുകൾ. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ എവിടെ മുതൽ എവിടെ വരെയാണ്? 3 മുതൽ 12 വരെയാണ് വരുന്നത്. ആ എലമെന്റ്സിന് എല്ലാവർക്കും മെറ്റൽസ് ആയിരിക്കും. ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആയിരിക്കും. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. പിന്നെ മാഗ്നറ്റുമായിട്ട് അട്രാക്ഷൻ കൂടുതലായിരിക്കും. മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സും കാറ്റലിസ്റ്റ് ആയിട്ടാണ് യൂസ് ആക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കേട്ടോ. അത് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാറ്റലിസ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തുന്നതിനുള്ള കാരണം വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. വേരിയസ് വാലൻസീസ് കാണിക്കുന്നു എന്നതാണ്. അത് ജസ്റ്റ് വേറെ രീതിയിൽ പറഞ്ഞു മാത്രം. പിന്നെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അത് നമുക്കറിയാം, റെയർ എർത്ത് എലമെന്റ്സ് ആണ്. പിന്നെ 2 സീരീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ലാന്തനൈറ്റ്സും ആക്ടിനോയിഡ്സും ആണ് ഉള്ളത്. ലാന്തനൈറ്റ്സും ആക്ടിനോയിഡ്സും ആണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ ലാന്തനൈറ്റ്സ് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണെന്നും കൂടെ ഓർത്ത് വെക്കുക. എന്ന് പറയുന്ന മറ്റൊരു പേരാണ്. പിന്നെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ ആയിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ആണ്. ആൽക്കലി മെറ്റൽസിൽ വരുന്നതാണ് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ വരുന്നതാണ് ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇത് ഗ്രൂപ്പ് 1 ഉം ഗ്രൂപ്പ് 2 ആണ്. അവരെയാണ് നമ്മൾ പ്യുവർ മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് 2 ഭാഗത്തായിട്ടാണ് വരുന്നത്. നോൺ മെറ്റാലിക് എലമെന്റ്സ്. ഒന്നാമത്തെ ഹാലോജൻസ് ആണ്. അത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ആണ്. പിന്നെ ചാൽക്കോജൻസ് ആണ്. അതായത് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പോളോണിയം ആണ് വരുന്നത്. അതില് 17 16 ഗ്രൂപ്പാണ് വരുന്നത്. ചാൽക്കോജൻസ് എന്നും കൂടെ ഏത് ഗ്രൂപ്പിനെ പറയുന്നത്? നമ്മുടെ ഓക്സിജൻ ഫാമിലിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിനും ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പോളോണിയം ആണ് എന്തിൽ വരുന്നത്? നോൺ മെറ്റൽസിൽ പറയുന്നത്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽസിന്റെയും അതേപോലെ തന്നെ നോൺ മെറ്റൽസിന്റെയും കൂടെ മിക്സഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി കാണിക്കുന്നവരാണ്. അതായത് ബോറോൺ മുതൽ ഗ്രൂപ്പ് 16 പൊളോണിയം വരെയാണ് ഈ ഒരു മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഹോംവർക്ക് ആയിട്ടൊന്നും തരുന്നില്ല. നേരത്തെ തന്നിട്ടുള്ള ആ 2 ഹോംവർക്ക് മാത്രം ചെയ്തു നോക്കുക. ഇനി മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾസ് എന്തൊക്കെയാണ്? ഐസോടോപ്പുകളിൽ സെയിം ആറ്റോമിക് നമ്പറിനുള്ളതിന് നമ്മൾ കൊടുത്തിട്ടില്ല. ആ ഒരു സെയിം പൊസിഷനിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലമെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാർബണിന്റെ ഐസോടോപ്പുകളെ നമ്മൾ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ആറ്റോമിക നമ്പർ അവിടെ മാറുന്നില്ല. ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ആറ്റോമിക മാസ് മാറുന്നതാണ്, ആറ്റോമിക നമ്പർ സെയിം ആയിരിക്കും. അപ്പൊ ഐസോടോപ്പുകൾ ആ ഒരു ആറ്റോമിക് നമ്പറിന്റെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ അഥവാ ആധുനിക പീരിയോഡിക നിയമം എന്ന് പറയുന്നത് ആറ്റോമിക നമ്പറിനെ അടിസ്ഥാനത്തിലായത് കാരണം ഐസോടോപ്പുകളെ നമ്മൾ ആ ഒരു സെയിം ഒരു പോയിന്റിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അനോമലസ് പെയർസിന് നമ്മൾ എന്ത് ചെയ്തു? കൊബാൾട്ട് ആറ്റോമിക് നമ്പർ 27 ആണ്. വുഡ് നാച്ചുറലി കം ബിഫോർ നിക്കൽ, ആറ്റോമിക് നമ്പർ 28 ആണ്. അപ്പൊ കൊബാൾട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആര് വരുന്നത്? നമ്മുടെ നിക്കൽ വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ്സ്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു സെർട്ടൈൻ പാറ്റേണിലാണ്. ആ ഒരു പാറ്റേൺ അനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് സെക്ഷൻ വരുന്നത്. അതാണ് നമ്മുടെ അവിടെ ഒരു റെഗുലർ ഇന്റർവെൽ എന്ന് പറഞ്ഞ ഒരു കാര്യം. സെപ്പറേഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പോസിബിൾ ആയിരുന്നു. മെറ്റൽസിനെ നമ്മൾ ആ ഒരു എസ് ബ്ലോക്കിൽ ക്ലാസിഫൈ ചെയ്തു, നോൺ മെറ്റൽസ് നമ്മൾ പി ബ്ലോക്കിലേക്ക് മാറ്റി. പിന്നെ പൊസിഷൻ ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് അതും കറക്റ്റ് ആയിട്ട് നടത്തി. ട്രാൻസിഷൻ ആണല്ലോ, അതായത് മെറ്റലിൽ നിന്നും ട്രാൻസിഷൻ ആണ് നോൺ മെറ്റൽസിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ മെറ്റൽസിന് നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ട്രെൻഡിനനുസരിച്ച്, അതായത് ആ ഒരു പെർട്ടിക്കുലർ റെഗുലർ ഇന്റർവെൽ കഴിയുമ്പോൾ വീണ്ടും ആ ഒരു ട്രെൻഡ് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി മാച്ച് ആയിട്ട് പോകുന്നുണ്ട്. ഇനി പീരിയോഡിക് ട്രെൻഡ്സ് ആണ് നമുക്ക് നോക്കുന്നത്. എന്താണ് ഈ പീരിയോഡിക് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പറയുന്നത് അറ്റോമിക് സൈസ് ആണ്. സൈസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഇപ്പോ പറഞ്ഞുതരാം, നോക്കുക. ഇതാണ് നമ്മുടെ ആറ്റം, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ട്? നമ്മുടെ ഷെല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു 3 ഷെല്ലുള്ള ഒരു ആളെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. നമ്മുടെ സോഡിയം ആവട്ടെ 2 8 1 എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്,
ഇവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ 8 ഇലക്ട്രോൺസ് ഇല്ലേ? 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസിനെ വരച്ചിട്ടുണ്ട്. ലാസ്റ്റത്തേല് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ ആയോ? ഇതാണ് നമ്മുടെ 8 ഇലക്ട്രോൺസും ഒരു ഇലക്ട്രോണിനെയും നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ആറ്റോമിക സൈസ് ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളത്? ഈ ഒരു 3 ഷെല്ലിന്റെ അകത്ത് ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു ഇലക്ട്രോണിന് എന്ത് ചാർജ് ആണ്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. നമ്മുടെ ന്യൂക്ലിയസിന് എന്ത് ചാർജ് ഉള്ളത്? ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ പ്രോട്ടോണും അതേപോലെ ന്യൂട്രോൺസും ആണ് ഉള്ളത്. ന്യൂട്രോൺ ചാർജ് ഇല്ല. പ്രോട്ടോണിന് എന്ത് ചാർജ് ഉണ്ട്? നമ്മുടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസിന്റെ മൊത്തം ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഇലക്ട്രോൺസ് പ്രോട്ടോൺസിനെ എന്ത് ചെയ്യും? ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്യും. ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ് ആരെ അട്രാക്ട് ചെയ്യുന്നത്? നമ്മുടെ ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ 2 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാലോ? ഈ 2 ഇലക്ട്രോൺസിനെ ആര് വലിക്കും ഉള്ളിലേക്ക്? നമ്മുടെ പ്രോട്ടോൺസ് വലിക്കും. ഇനി 3 ഇലക്ട്രോൺസ് വന്നാലോ? ഈ 3 സൈഡിൽ നിന്നും ആര് വലിച്ചുകൊണ്ടിരിക്കും? ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാ, ഒരാളിങ്ങനെ നമ്മുടെ മേത്തൊരു കയറ് കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു സൈഡിലേക്ക് ഒരാളെ മാത്രം പുള്ളി ചെയ്യാണ്. അപ്പൊ എത്രത്തോളം പോവും? അധികം ഒന്നും പോവില്ല. അയാളെ 2 കയറിട്ടിട്ട് ആ ഒരു സെയിം പോയിന്റിലേക്ക് നമ്മൾ പുള്ളി ചെയ്യാണ്. അപ്പൊ കുറച്ചും കൂടെ നമ്മുടെ അടുത്തേക്ക് വരും. ഇതേപോലെ ഇവിടെ ഒരു ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 8 ഭാഗത്തുനിന്ന് എവിടേക്കാ വലിക്കുന്നത്? നമ്മുടെ ഈ ന്യൂക്ലിയസിന്റെ അകത്തേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലായിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആറ്റോമിക സൈസിന് എന്ത് ചെയ്യും? ആറ്റോമിക സൈസ് കുറയും. അതായത് ഒന്നിൽ നിന്നും ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവുമ്പോഴത്തേനും സൈസ് കുറഞ്ഞു വരും. ഇതാ നോക്കുക, ലിഥിയം മുതൽ ഇപ്പൊ ഫ്ലൂറിൻ വരെയാണ്. ലിഥിയത്തിന്റെ അകത്ത് 3 ഇലക്ട്രോൺസേ ഉള്ളൂ. ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ്. ബെർലിയത്തിന്റെ അകത്ത് വരുമ്പോ 2 ആയി. അപ്പൊ കുറച്ചും കൂടെ ചെറുതായി. ബോറോണിന്റെ അകത്ത് വരുമ്പോ അത് എത്രയായി? 3 ഇലക്ട്രോൺസ് ആയി. കാർബണിന്റെ അടുത്ത് വരുമ്പോ 4 ഇലക്ട്രോൺസ് ആയി ലാസ്റ്റ് ഷെല്ലിൽ. നൈട്രജന്റെ വരുമ്പോ 5 ആയി. ഓക്സിജനിൽ വരുമ്പോ 6 ആയി. ഫ്ലൂറിന്റെ വരുമ്പോ അത് 7 ഇലക്ട്രോൺസ് ആയി. അപ്പൊ അത്രയും ഉള്ളിലോട്ട് വലിക്കും തോറും ഇതിന്റെ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോ എലോങ് എ പീരിയഡ് എന്ന് പറയുന്നത് ആറ്റോമിക സൈസ് കുറയാണ് ചെയ്യുന്നത്. ഇതിന് കാരണം മനസ്സിലായോ? ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നത് കൊണ്ടാണ് അവിടെ ആ ഒരു സൈസ് കുറയുന്നത്. ഇലക്ട്രോൺസിന്റെ നമ്പർ ഇൻ എ പെർട്ടിക്കുലർ ഷെൽ, ഒരു പെർട്ടിക്കുലർ ഷെല്ലിന്റെ അകത്ത് ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ന്യൂക്ലിയസിന്റെ സൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ആലോചിച്ച് വെക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി നമുക്ക് താഴത്തേക്ക് പോകുമ്പോ നോക്കാം. താഴത്തേക്ക് പോകുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ലിഥിയത്തിന്റെ അകത്ത് എത്ര ഷെല്ല് ഉള്ളത്? ആറ്റോമിക് നമ്പർ 3 ആണ്. ഇപ്പൊ ലിഥിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഷെല്ല് വരും? ഒരു ഷെല്ല് ഉണ്ടാവും, 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഷെല്ല് 1 ഇലക്ട്രോൺസും കൂടെ ഉണ്ടാവും. ഇപ്പൊ 2 1 ആ ഒരു രീതിയിൽ. ഇനി 11 ആണ്. 11ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് 3 ആണ് കേട്ടോ, 3. ഇനി ഇത് നമ്മുടെ ആരാണ്? സോഡിയാണ്. അപ്പൊ സോഡിയം എത്രയാണ്? 11 ആണ്. അപ്പൊ 2 ഇലക്ട്രോൺസ് ആയി. ഇവിടെ 8 ഇലക്ട്രോൺസ് ആയി. അതിനുശേഷം ഒരു ഷെല്ലും കൂടെ എക്സ്ട്രാ വന്നു. അപ്പൊ എത്രയായി? 11 ഇലക്ട്രോൺസ് ആയി. ഓരോ ഷെല്ല് ഇങ്ങനെ കൂടിയും കൊണ്ടിരിക്കല്ലേ. ഇവിടെ പൊട്ടാസ്യം എത്തിയപ്പോ എത്ര ഷെല്ലായി? എത്ര ഷെല്ലായി? ഇവിടെ നോക്കുക. ഇവിടെ 2 1. ഇവിടെ എത്തിയപ്പോ 2 8 1. ഇവിടെ എത്തിയപ്പോ എന്തായി? 2 8 8 1. അപ്പൊ എന്തായി? ആദ്യത്തേല് 2 ഷെല്ല്, രണ്ടാമത്തേല് വന്നപ്പോ 3 ഷെല്ല്, മൂന്നാമത്തേല് വന്നപ്പോ 4 ഷെല്ലായി. അപ്പൊ ഷെല്ലിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? ന്യൂക്ലിയസിന്റെ അല്ലെങ്കിൽ ആറ്റത്തിന്റെ സൈസും കൂടുതലായിരിക്കും. അപ്പോ ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. എലോങ് ദ പീരിയഡ് എന്ന് പറയുന്നത് ആറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. അതാണ് അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എലോങ് ദ പീരിയഡ് atomic size will decrease and down the group atomic size will increase. ഒരു ഗ്രൂപ്പിന്റെ താഴത്തേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലിപ്പം കൂടുതലായിരിക്കും. അപ്പൊ ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഇനി
ഇടത് നിന്നും വലത് ഭാഗത്തേക്ക് പോകുമ്പോ അതായത് എലോങ് എ പീരിയഡ് എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു, ആറ്റത്തിന്റെ റേഡിയസും കുറയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽസിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മെറ്റൽസ് ആണ് എപ്പോഴും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് അല്ലേ? അപ്പൊ ആദ്യത്തേല് ഒരു ഇലക്ട്രോൺ ആണ്, ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മള് ആ ഒരു പീരിയോഡിക് ടേബിൾ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ഭാഗത്തേക്ക് വരുംതോറും ഈ ഒരു സൈഡിലേക്ക് വരുംതോറും എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ബോറോണൊക്കെ എത്തുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഒക്കെ എത്തുമ്പോഴത്തേനും ഇവരുടെ മെറ്റാലിക് ക്യാരക്ടർ കുറയാണ്. മെറ്റാലിക് ക്യാരക്ടർ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കാർബണിന്റെ കേസ് ആണെങ്കിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. നൈട്രജന്റെ കേസിൽ വരുമ്പോഴോ 5 ഇലക്ട്രോൺസ് ആണ്. ഓക്സിജന്റെ കേസിൽ വരുമ്പോൾ 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ 6 എണ്ണത്തിന് കൊടുക്കുന്നതിൽ നല്ലത് എന്താണ്? 2 ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നതാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? മെറ്റാലിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? കുറയാണ് ചെയ്യുന്നത്. കാരണം ഇവര് ഇലക്ട്രോൺസിനെ വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആയിട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ടും. മെറ്റൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം ഇങ്ങനെ നോക്കുക. അപ്പൊ സോഡിയത്തിന്റെ 11 ആണ്. അപ്പൊ 11 വരുന്ന സമയത്ത് 2 സോഡിയത്തിന്റെ വരുന്ന സമയത്ത് എന്താണ്? 2, 8, 1 എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ? 2, 8, 1 എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് ആര് ശ്രമിക്കുക? സോഡിയം ശ്രമിക്കുക. മഗ്നീഷ്യം എന്ന് പറയുന്നത് 2, 8, 2 ആണ്. അപ്പൊ ഈ 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ ക്ലോറിൻ നോക്കുക, 2, 8, 7 ആണ് ആരുടെ? നമ്മുടെ ക്ലോറിന്റെ വന്നിട്ട്. അപ്പൊ ഈ ഒരു 7 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനാണോ ശ്രമിക്കുക? അതിന് ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കാനാണ് ക്ലോറിൻ ശ്രമിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിനെ വാങ്ങിക്കാണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ സോഡിയം, അഥവാ ബാക്കി എല്ലാ എലിമെന്റ്സിനെക്കാട്ടിലും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആണ് നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മെറ്റാലിക് ക്യാരക്ടർ കുറയാണ് ചെയ്യുന്നത്. എലോങ് എ ഗ്രൂപ്പ് എന്താ സംഭവിക്കുന്നത്? എലോങ് എ പീരിയഡ്, ഗ്രൂപ്പ് അല്ല, എലോങ് എ പീരിയഡ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. എലോങ് എ പീരിയഡ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അതിനുള്ള കാരണം എന്താണ്? ഒരു ഷെല്ലിന്റെ അകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. അപ്പൊ ഇലക്ട്രോൺസിനെ വാങ്ങിക്കാനാണ് ശ്രമിക്കുക. വിട്ടുകൊടുക്കാൻ ശ്രമിക്കില്ല, വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി ഡൗൺ ദ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. എന്താ ഡൗൺ ദ ഗ്രൂപ്പ്? ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ താഴത്തേക്ക് വരാന്ന് വിചാരിക്കാം. അപ്പൊ സോഡിയം പൊട്ടാഷ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? സോഡിയത്തിന് 2, 8, 1 എന്നുള്ള രീതിക്കാണ് സോഡിയം വരുന്നത്. ഇനി പൊട്ടാസ്യം ആണെങ്കിലോ 2, 8, 8, 1. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിയില്ലേ? എവിടെയാണ് നമ്മുടെ ന്യൂക്ലിയസ് ഉള്ളത്? ഇവിടെയാണ് ന്യൂക്ലിയസ് ഉള്ളത്. അപ്പൊ ഈ ന്യൂക്ലിയസും ഈ ഒരു ന്യൂക്ലിയസും ഈ മൂന്നാമത്തെ ഷെല്ലും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ആണുള്ളത്. ഈ ന്യൂക്ലിയസും ഈ 4ാമത്തെ ഷെല്ലും തമ്മിൽ ഡിസ്റ്റൻസ് കൂടാണ്. അപ്പൊ അട്രാക്ഷൻ കുറയാണ്. അപ്പൊ ഇതിനെ വിട്ടുകൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് എന്താ സംഭവിക്കുക? മെറ്റാലിക് ക്യാരക്ടർ കൂടും. എലോങ് ദ പീരിയഡ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അതാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രം നോക്കിയാൽ മതി. മെറ്റാലിക് ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ വാങ്ങിക്കാനുള്ള ആ ഒരു ടെൻഡൻസിനെയാണ് പറയുന്നത്. അപ്പോ ആ ഒരു അറ്റത്തേക്ക് നമ്മൾ ഒരു പീരിയഡ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന മോസ്റ്റ് റൈറ്റ് സൈഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസിനെ വാങ്ങിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ ഇലക്ട്രോ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ആറ്റോമിക് നമ്പർ എലോങ് എ പീരിയഡ്, അതായത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും. ഡൗൺ ദ ഗ്രൂപ്പ് ആവുമ്പോഴോ എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസസ്. ആറ്റോമിക് നമ്പർ 2 സൈഡിലേക്കും ഇൻക്രീസ് ആണ്. ആറ്റോമിക് സൈസോ ഇങ്ങോട്ട് പോകുന്തോറും കുറയും, താഴത്തേക്ക് വരുന്തോറും കൂടും. മെറ്റാലിക് ക്യാരക്ടർ ഇങ്ങോട്ട് പോകുമ്പോൾ കുറയും, താഴത്തേക്ക് വരുമ്പോൾ കൂടും. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും, താഴത്തേക്ക് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഇതാണ് കേട്ടോ. ഇതൊന്നും ഓർത്ത് വെക്കുക. ഇത്രയാണ് നമ്മുടെ പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മൾ 4 ലോസ് പഠിച്ചു, 4 ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, അതിന്റെ പോസ്റ്റ്ലേറ്റ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഓരോന്നും എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് പഠിച്ചു. പീരിയോഡിക് ഫങ്ഷൻസ് പഠിച്ചു, അതിന്റെ ക്ലാസിഫിക്കേഷൻ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്, ട്രാൻസിഷൻ, ഇന്നർ ട്രാൻസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു. അപ്പൊ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോവാട്ടോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.